നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്താണെന്ന് അറിയോ? കൂടുതൽ വ്യൂ നമ്മുടെ ചാനലിൽ കിട്ടും. കൂടുതൽ വ്യൂ കിട്ടുമ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും, കൂടുതൽ റീച്ച് വരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. കൊള്ളാം, ഞാൻ വർക്ക് ചെയ്തു, അത്രയും വ്യൂ ഒക്കെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോസിൽ നിന്ന് അധികം ഏണിങ്സ് ഒന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. മില്യൻസ് വ്യൂ വരികയാണെങ്കിൽ മാത്രമേ നല്ല എമൗണ്ട് നമുക്ക് ഷോർട്ട് വീഡിയോസിൽ നിന്ന് ഏണിങ്സ് കിട്ടത്തുള്ളൂ. എന്നാലും ഷോർട്ട് വീഡിയോസ് ഇടുന്നത് നമ്മുടെ ചാനലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. കാരണം ലോങ് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോസിൽ ഏത് രീതിയിലാണ് വ്യൂ വരുന്നത്, എങ്ങനെ അതിൽ വ്യൂ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകേണ്ട, അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. 1000 ലൈക്ക് ഈ വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. 1000 ലൈക്കിൽ എത്തുന്ന വരെ 1000 ലൈക്കിന്റെ ടാർഗറ്റ് എല്ലാ വീഡിയോയിലും ഉണ്ടാവും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചാനലിന് പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് സിൽവർ പ്ലേ ബട്ടനും ഡയമണ്ട് പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ എല്ലാവരും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഡയമണ്ടും സിൽവറും ഒന്നും വാങ്ങുന്നുമില്ല. അപ്പൊ പലരും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ കാരണമാണ് അങ്ങനെ ആ ഒരു റീച്ചിലേക്ക് ഒരുപക്ഷെ നമുക്ക് എത്താനായിട്ട് സാധിക്കാത്തത്. ഇപ്പൊ എല്ലാവരും ഡയമണ്ടും അല്ലെങ്കിൽ സിൽവർ പ്ലേ ബട്ടനും ഒന്നും വാങ്ങണമെന്നില്ല. അത്യാവശ്യം റീച്ചും അത്യാവശ്യം ഏണിങ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഈ സിൽവർ പ്ലേ ബട്ടനും അല്ലെങ്കിൽ ഗോൾഡൻ പ്ലേ ബട്ടനും ഇതൊന്നും ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന സംഭവങ്ങളാണ്. പലരും ഇങ്ങനെ പറയാറുണ്ട്, എന്നോട് തന്നെ പലരും പറയാറുണ്ട്, എനിക്ക് ഇതുവരെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയില്ലല്ലോ, എന്താണ് ചേട്ടൻ ഇതുവരെ 1 മില്യൺ ആയിട്ടില്ല. എന്റെ എല്ലാ ചാനലും കൂടെ പറക്കി കൂട്ടി വെച്ച് അതിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു 4 സിൽവർ പ്ലേ ബട്ടൺ 4 ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്ന അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം പലയിടത്തായിട്ട് ചിന്നിച്ചിറ കിടക്കുകയാണെന്നേ ഉള്ളൂ. ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലല്ല, പലയിടത്തായിട്ട് അത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതൊക്കെ ഒരു കോണിക്കൂടെ നടന്നോളും. കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അധികം ബോധമിടാണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ഷോർട്ട് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, ഷോർട്ട് വീഡിയോസിൽ എങ്ങനെയാണ് കൂടുതൽ വ്യൂ വരുന്നത്. ഷോർട്ട് വീഡിയോസിൽ 2-3 ടൈപ്പ് വ്യൂസ് നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഷോർട്ട് വീഡിയോയുടെ വ്യൂവിൽ ഒരു 80 to 90% നമുക്ക് വ്യൂ വരുന്നത് ഷോർട്ട് ഷെൽഫിൽ നിന്ന് അല്ലെങ്കിൽ ഷോർട്ട്സ് ഫീഡിൽ നിന്ന് അല്ലെങ്കിൽ സ്വൈപ്പ് അപ്പ് ഫീഡിൽ നിന്നാണ് നമുക്ക് വ്യൂ വരുന്നത്. അതിനുശേഷം സെർച്ചിൽ നിന്ന് വരാം, ബ്രൗസ് ഫീച്ചറിൽ നിന്ന് വരാം, റെക്കമെൻഡേഷനിൽ നിന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള വ്യൂ നമുക്ക് ഷോർട്സിൽ കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്വൈപ്പ് അപ്പിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ്. ഈ സ്വൈപ്പ് അപ്പ് ഫീച്ചറിൽ നമ്മുടെ വീഡിയോ പോയി അവിടെ നിന്ന് നമുക്ക് വ്യൂ കിട്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബ് വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് ആ സ്വൈപ്പ് അപ്പ് ഫീച്ചറിലേക്ക് യൂട്യൂബ് ഫീഡിലേക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോകൾ റെക്കമെൻഡ് ചെയ്തുള്ളൂ. പക്ഷേ എല്ലാ വീഡിയോകളും റെക്കമെൻഡ് ചെയ്യത്തില്ല. യൂട്യൂബ് നമ്മുടെ വീഡിയോ ഷോർട്ട് ഫീഡിൽ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ AVD അതായത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നന്നായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ആ വീഡിയോ റെക്കമെൻഡേഷനിലേക്ക് പോവുകയും കൂടുതൽ റീച്ചിലേക്ക് പോവുകയും ചെയ്യത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 1 മിനിറ്റുള്ള ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതായത് ഒരു 60 സെക്കൻഡുള്ള വീഡിയോ, അതിന്റെ ഒരു 50 സെക്കൻഡ് വരെ ആളുകൾ കാണുന്നുണ്ട്, അത്രയും എൻഗേജിങ് ആവുന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് നല്ലൊരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടുകയും ആ വീഡിയോ കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതേ സ്ഥാനത്ത് ആ വീഡിയോ ഒരു 30% താഴെയാണ് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ വീണ്ടും ഡൗൺ ആയി പോകത്തുള്ളൂ. അത് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് വിടത്തില്ല. അപ്പം മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നമുക്ക് കൂടി നിൽക്കണം. ആളുകൾ അത് വാച്ച് ചെയ്യണം. നമ്മുടെ വീഡിയോയിലേക്ക് ഒരു സ്വൈപ്പ് അപ്പ് ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തോണ്ടി ആളുകൾ പോകുന്നതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ വീഡിയോ കയറി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ ഒരാളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് അടുത്ത് തോണ്ടിന് മുമ്പ് അവരെ ആ വീഡിയോയിലേക്ക് പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആദ്യത്തെ ഒരു 4-5 സെക്കൻഡിനുള്ളിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. എന്തെങ്കിലും ആളുകൾ ആ വീഡിയോ വാച്ച് ചെയ്യത്തുള്ളൂ. കാരണം 100 കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്നൊരു വീഡിയോ കാണുമ്പോൾ അത് മലയാളം വീഡിയോകൾ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മലയാളികളിലേക്ക് എത്തും. അപ്പൊ നമ്മൾ മലയാളം ലാംഗ്വേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ അത്രയ്ക്ക് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഹുക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ ആ വീഡിയോ ചെയ്യാൻ. അതായത് ഹുക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വീഡിയോയുടെ ഒരു 4 സെക്കൻഡിനുള്ളിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം കാണിച്ചുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ ആളുകളെ ആ വീഡിയോയിലേക്ക് പിടിച്ചിരുത്തുന്ന പരിപാടിയാണ് ഈ ഹുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ. അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ സ്കിപ്പ് ചെയ്യപ്പെട്ട് പോകുന്നതുകൊണ്ടാണ് പലരുടെയും ഷോർട്ട് വീഡിയോസിന് വ്യൂ വരാത്തത്. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ അനലറ്റിക്സിലെ ഷോർട്സിന്റെ ഓരോ വീഡിയോകളുടെയും അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എത്ര കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു വീഡിയോയ്ക്ക് ഒരു 40% അല്ലെങ്കിൽ 50% ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോടുക. എത്ര പെർസെന്റേജ് വരെ നമ്മളുടെ വീഡിയോകൾ ആൾ കണ്ടിരിക്കുന്നുണ്ട്. ഒരു 40 സെക്കൻഡ് വരെ നമ്മുടെ വീഡിയോകൾ ആളുകൾ കാണാൻ ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ ആ 40 സെക്കൻഡുള്ള വീഡിയോ ചെയ്യുക. 1 മിനിറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു 40 സെക്കൻഡ്സ് തൊട്ട് 45 സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ കൂടുതൽ ആളുകൾ എൻഗേജിങ് ആകും. അതിൽ കൂടുതൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി 30 സെക്കൻഡ് താഴെയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോ റിപ്പീറ്റഡ് വാച്ച് വാല്യൂ ഉണ്ടായിരിക്കും. ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് ആ വീഡിയോ കാണും. അതായത്
വീഡിയോയുടെ ലെങ്ത് എത്രയും കുറഞ്ഞു പോകുന്നു അതിനനുസരിച്ച് ആ വീഡിയോ ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണാനുള്ള ഒരു വാച്ച് വാല്യൂം ഉണ്ടായിരിക്കണം. ഇപ്പം ഉദാഹരണത്തിന് ഒരു 5 സെക്കൻഡുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിക്കുക. 5 സെക്കൻഡ് എന്ന് പറയുന്നത് കണ്ണടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് 5 സെക്കൻഡ് കഴിയും. ഈ 5 സെക്കൻഡ് ആ വീഡിയോ ഫുൾ വാച്ച് ആയില്ലേ? അപ്പം ഫുൾ വാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാകും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അത് 5 സെക്കൻഡുള്ള വീഡിയോ ആണ്. അങ്ങനെയുള്ള ചെറിയ ലെങ്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളാണെങ്കിൽ അതിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാച്ച് വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സെക്കൻഡ് കുറയുന്നതിനനുസരിച്ച് അത് ആളുകൾ റിപ്പീറ്റഡ് വാച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉള്ള കണ്ടന്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നമുക്ക് കൂടുകയും അതിലൂടെ നമ്മുടെ വീഡിയോ കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് പോവുകയും വൈറലാകുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ വൈറലാകാനായിട്ട് യൂട്യൂബ് നോക്കുന്ന മറ്റൊരു കാര്യമാണ് ആ വീഡിയോയുടെ എൻഗേജ്മെന്റ്, കമന്റ്സ്, അതേപോലെ തന്നെ ലൈക്ക്. കമന്റ്സ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ആളുകൾ അതിൽ എത്രയും എൻഗേജ് ആവുന്നു എന്നുള്ള കാര്യം യൂട്യൂബ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻഗേജ്മെന്റ്, അതായത് അതിന്റെ ഒരു ലൈക്കൊക്കെ മാക്സിമം നിങ്ങൾ ആ വീഡിയോയിലേക്ക് കൂട്ടാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്, എന്നുള്ള മിക്ക ചാനലുകളും ഈ പറയുന്ന മില്യൺ ഫോളോവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് ഈ ഷോർട്ട് വീഡിയോസ് വന്നതിന് ശേഷമാണ്. ഷോർട്ട് വീഡിയോസ് ചെയ്തുകൊണ്ട് മാത്രം ഇത്രയും മില്യൺ ഫോളോവേഴ്സ് എത്തിയ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് പേര് ഈ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടിട്ട് റീച്ചിലേക്ക് വന്ന് നല്ലവണ്ണം പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. നിങ്ങൾ ഈ ലോങ് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും ഷോർട്ട് വീഡിയോസിനെ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ഷോർട്ട് വീഡിയോസിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പം ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ മാസത്തിൽ 2 ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതുകൂടെ പറഞ്ഞേക്കാം, ഡെയിലി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുക, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഈ പറഞ്ഞ 2 കാര്യങ്ങളിലൂടെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അതായത് ആവറേജ് വ്യൂ ഡ്യൂറേഷനും എൻഗേജ്മെന്റും അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഷോർട്ട് വീഡിയോസ് ചെയ്ത് ഈ പറയുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നു ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 5, 10, 20 വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഈ പരിപാടി ഉപേക്ഷിക്കും. കാരണം ആളുകൾ ഇത് കാണുന്നു എന്നൊരു തോന്നല് ഷോർട്ട് വീഡിയോയിലാണെങ്കിൽ പോലും അത് വാച്ച് ചെയ്യപ്പെടുന്നു, പൈസ കിട്ടിയില്ലെങ്കിൽ അത് വാച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഷോർട്ട് വീഡിയോസിൽ നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിലും ഈ പറയുന്ന പോലെ നല്ല റീച്ചിലേക്ക് വരും. ഡെയിലി ചെയ്യണം കേട്ടോ. അത് പിന്നെ പറഞ്ഞില്ലെന്ന് പറയില്ല, ആഴ്ചയിൽ ഒരു വീഡിയോ എന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എൻഗേജിംഗ് ആയിട്ട് നിൽക്കണം ആ ഷോർട്ട് ഫീഡിൽ. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തു, നാളെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ വീഡിയോ ഷോർട്ട് ഫീഡിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും, ആ കണ്ട ആളുകളിലേക്ക് വീണ്ടും പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും വീഡിയോകൾ ഇട്ട് എൻഗേജിംഗ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോകൾ വൈറൽ ആകത്തുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ എന്നിട്ട് അടുത്ത മാസം പോയി അടുത്ത വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ വൈറലാകുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. എങ്ങനെയാണ് യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.